Hi everyone, my name is Binu. Thanks for joining me for another lesson. Today we'll be learning how to make questions in present perfect continuous. Though it is very uncommon tense, it is good to know how to make questions in present perfect continuous. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നതായിരുന്നു പഠിച്ചിരുന്നത് അഥവാ പരിശീലിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ പാഠഭാഗത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നതാണ് നാം പരിശീലിക്കാൻ പോകുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ നാം ഉപയോഗിക്കുന്ന ഫോർമുല ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് ing. പ്രത്യേകം ഓർക്കുക, ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് ing. ഇനി അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, അതോടൊപ്പം തന്നെ ടൈം റെഫറൻസ്. ഓക്കെ, അത് എക്സാമ്പിൾസിലൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഇനി ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് നോക്കാം. പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഹാവ് ഐ ബീൻ, ഇത് ചോദ്യരൂപത്തിലാണ്. ഹാവ് യു ബീൻ, ഹാവ് ദേ ബീൻ, ഹാവ് വി ബീൻ. ഓക്കെ, സെയിം മാനർ. ഹാസ് ഹി ബീൻ, ഹാസ് ഷി ബീൻ, ഹാസ് ഇറ്റ് ബീൻ, ഹാസ് രവി ബീൻ. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലായിട്ട് വരുമ്പോൾ നമ്മൾ ഹാവ് ബീൻ ഉപയോഗിക്കുന്നു, സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ ഹാസ് ബീൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. ഇനി നമ്മൾ എക്സാമ്പിൾസ് പരിചയപ്പെടുന്നതിന് മുമ്പ് നേരത്തെ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുന്നുണ്ടോ, അല്ലേ, അങ്ങനെ ചെയ്യുകയാണോ പറയുകയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ചോദ്യങ്ങൾ നിർമ്മിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ പഠിച്ചപ്പോൾ നിങ്ങളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ആരംഭിച്ച പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു, അല്ലേ? അപ്പം നേരത്തെ ആരംഭിച്ച പ്രവൃത്തി ഇപ്പോഴും തുടരുന്നോ എന്ന് ചോദ്യരൂപത്തിൽ പഠിക്കുകയാണ്. ഓക്കെ, നോക്കാം. Let me write the first example. Have you been watching TV since 8 o'clock? Look at this example. അതായത് 8 മണി മുതൽ നിങ്ങൾ TV കാണുകയാണോ? ഒരു കണ്ടിന്യൂറ്റി, അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 10:30 അപ്പം നമ്മൾ പറയുകയാണ് 8 മണി മുതൽ നിങ്ങൾ TV കാണുകയാണോ? അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ഓഫ് an action. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഹാവ് ഇവിടെ ഉപയോഗിക്കാൻ കാരണം? ഇവിടെ സബ്ജക്റ്റ് യു ആണ്, അല്ലേ? അപ്പം ഹാവ് ഉപയോഗിച്ചു, അതിനുശേഷം സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, അതിനുശേഷം എന്താണ്? ബീൻ. പിന്നീട് എന്താണ് ഉപയോഗിക്കുന്നത്? ing രൂപം. ഓക്കെ, ഈ ing രൂപത്തിന് ശേഷം വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കാം, ഒരു ടൈം റെഫറൻസ് ആയിരിക്കാം. മനസ്സിലായല്ലോ? ദ നെക്സ്റ്റ് വൺ, ഹാവ് ദേ ബീൻ പ്ലേയിങ് cricket? Have they been playing cricket for 2 hours? 2 മണിക്കൂറായിട്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണോ? മനസ്സിലാകുന്നുണ്ടോ? ഒരു ഡ്യൂറേഷൻ, അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹാവ് യു ബീൻ, അത് കഴിഞ്ഞാൽ പിന്നെ ing അല്ലേ? ഹാവ് യു ബീൻ റൈറ്റിംഗ് ലെറ്റേഴ്സ്? നിങ്ങൾ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണോ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹാവ് ദേ ബീൻ ക്ലീനിങ് ദ റൂം? അവർ റൂം ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ? മനസ്സിലായല്ലോ? കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
Let me write the next one. Have you been teaching English for 5 years? 5 വർഷമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ? Then have they been cooking? അവർ പാചകം ചെയ്യുകയാണോ അല്ലെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? അല്ലേ, നേരത്തെ തുടങ്ങി ഇപ്പോഴും അങ്ങനെ ചെയ്യുകയാണോ? നെക്സ്റ്റ് വൺ, have you been helping your parents? നിങ്ങൾ പേരൻസിനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് എങ്ങനെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ബീൻ ഉപയോഗിക്കുന്നതെന്ന് കൂടെ നോക്കാം, ചോദ്യങ്ങൾ നിർമ്മിക്കാൻ. അപ്പം ഇതെല്ലാം ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുക, പരിശീലിക്കുക. Let me give you the next example with the singular subject. Has he been sleeping for 5 hours? 5 മണിക്കൂറായിട്ട് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നു, പിന്നീട് സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, അതിനുശേഷം ബീൻ അല്ലേ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ING രൂപം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹാസ് ഹി ബീൻ പ്ലേയിങ് ചെസ്? അവൻ ചെസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണോ? നെക്സ്റ്റ് വൺ, ഹാസ് രവി been driving for 2 hours? 2 മണിക്കൂറായിട്ട് രവി ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ. ദ നെക്സ്റ്റ് വൺ, ഹാസ് ഇറ്റ് അല്ലേ, ഹാസ് ഇറ്റ് സബ്ജക്റ്റ് വന്നു, പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ബീൻ അല്ലേ. ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് സിൻസ് യെസ്റ്റർഡേ? ഇന്നലെ മുതൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? അല്ലേ, ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് സിൻസ് യെസ്റ്റർഡേ. അപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക. ഹാവ് യു ബീൻ, ഹാവ് ഐ ബീൻ, ഹാവ് ദേ ബീൻ, ഹാസ് ഹി ബീൻ, ഹാസ് ഷി ബീൻ, ഹാസ് ഇറ്റ് ബീൻ. ഇങ്ങനെ നിരന്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കൂടുതൽ ആശയങ്ങൾ കിട്ടും. I hope that this class is very useful, and if you like our videos, please subscribe to the channel and do not forget to press the bell icon to get the latest updates. Thank you for watching BMC English. We will meet again. Till then, bye.